സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ഞാൻ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ബീഫെല്ലാം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എപ്പോഴും ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ വിത്ത് ബോണോട് കൂടിയിട്ടുണ്ടെങ്കിലാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അതുപോലെ നല്ല കുറുന്നനെ ചാറോട് കൂടിയിട്ടൊക്കെയുള്ള കറിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അങ്ങനെ ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അങ്ങനെ കുക്കറെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടട്ടെ. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഒന്ന് ചേർക്കാം. 2 പീസ് സിനാമൺ, ഒരു 4 ഗ്രാമ്പു, ഒരു 4 ഏലക്ക ഒന്ന് ചതച്ചിട്ടാണ് ചേർക്കേണ്ടത്. പിന്നെ തക്കോലം. അപ്പോൾ നമുക്ക് ഈ ഹോൾ സ്പൈസസ് ആണ് ഈ തിളച്ച എണ്ണയിലേക്ക് ചേർക്കേണ്ടത്. അങ്ങനെ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത്. 15 തൊട്ട് 20 കൊച്ചുള്ളിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ കൊച്ചുള്ളി മാക്സിമം യൂസ് ചെയ്യാൻ തന്നെ നോക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനൊരു 2 വലിയ സവാളയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ ബീഫിനുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങനെ 2 സവാള ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി വഴറ്റി യോജിപ്പിക്കാം. വല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അങ്ങനെ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഈ സമയത്ത് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. അങ്ങനെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 6 തൊട്ടിട്ട് 8 വെളുത്തുള്ളിയാണ് ചതച്ച് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ റോ സ്മെല്ലൊന്ന് മാറുന്നവരെ നമുക്കിതിലൊന്ന് വഴറ്റി യോജിപ്പിക്കാം. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല മൂത്തൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ വലിയ ഒരു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി ചേർക്കാം. ഇനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെയാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. തക്കാളി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചൊന്ന് വേവിക്കാം. അങ്ങനെ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് കുക്കായി നോക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അതല്ലെങ്കിൽ സ്ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം വേണം ഈ പൊടികളൊക്കെ ചേർക്കാൻ. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ എരിവിനനുസരിച്ചാണ് മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ, അങ്ങനെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ. അങ്ങനെ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി വഴറ്റി യോജിപ്പിക്കാം. അങ്ങനെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ. ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ മസാല എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബീഫാണ് ചേർക്കേണ്ടത്. ഈ ഒരു രീതിയിൽ മസാലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബീഫാണ് ചേർക്കുന്നത്. ഇത് എല്ലോട് കൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. കംപ്ലീറ്റ് ബീഫും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി വഴറ്റി യോജിപ്പിക്കാം. മസാലയും ബീഫും ഒക്കെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതാണ്.
നമുക്ക് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം കൂടി ചേർക്കാം. ചൂട് വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാൻ. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. പിന്നെ സ്ലോ ഫ്ലെയിമിൽ 4 മുതൽ 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെയും ബീഫിൻ്റെ വേവിനനുസരിച്ചാണ് വിസിലിൻ്റെ എണ്ണം തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്കത് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാൻ വിസിലെല്ലാം വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 5 വിസിലൊക്കെ കഴിഞ്ഞ ശേഷം അരമണിക്കൂർ നേരം തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായി എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് വെന്തോ എന്നുള്ളത് നോക്കാം. അങ്ങനെ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെയാണ് നമുക്ക് ബീഫ് കറി റെഡി ആയിരിക്കുന്നത്. എനിക്കിപ്പോൾ ഇത്രയും ചാറ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം എരിവോ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അങ്ങനെ കുറവാണെങ്കിൽ ഈ സമയം നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്ത് ചേർക്കാം. ഞാനത് തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിനത് എണ്ണയൊക്കെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് കുറച്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് മൂക്കുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടുന്നതാണ്. അങ്ങനത്തെ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 1 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറി ലീവ്സുമാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഗ്രീൻ ചില്ലിയാണ്. 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബീഫ് കറി എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.